നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വിജയവും ലഭിക്കുന്നതിന് സഹായിക്കുന്ന 12 നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ലോ ഓഫ് ഇന്റൻഷൻ, ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് മൊമെന്റം, ലോ ഓഫ് റെസിലിയൻസ് തുടങ്ങി 4ഓളം നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ ഓരോ വീഡിയോകളിലായി പ്രതിപാദിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5ാമത്തെ നിയമമായ ലോ ഓഫ് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. ജീവിതത്തിൽ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ വേണം, ജീവിതത്തിൽ ഒരു ചട്ടക്കൂട് വേണം. എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നൊക്കെ രീതിയിലുള്ള ഒരു ലിഖിതമായിട്ടുള്ള ഒരു ചട്ടക്കൂട്, ചില ബൗണ്ടറീസ്, ചില നിയന്ത്രണ രേഖകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ ജീവിതം നാം പ്ലാൻ ചെയ്തതുപോലെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന് ഒരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടാകാം, തടസ്സങ്ങൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ സംഭവിച്ചേക്കാം, ചില വിട്ടുകൊടുക്കലുകൾ, ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ജീവിതത്തിൽ ഹാർഡ്നെസ്സും വേദനയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിനെയൊക്കെ ഒരു ഗിഫ്റ്റായി സ്വീകരിച്ചുകൊണ്ട്, അതിനെയൊക്കെ അവസരങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് ഈ സെൽഫ് ഡിസിപ്ലിൻ ആരംഭിക്കുന്നത്. നമ്മുടെ വീക്ക്നെസ്സുകൾ മറികടക്കാനും ഇമോഷനെ നിയന്ത്രിക്കാനും കഴിയുക എന്നതാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ കുറച്ചു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ട്, ആദ്യഘട്ടത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, കുറച്ചൊക്കെ വേദനകൾ അനുഭവിച്ചുകൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാകുമ്പോൾ വേദനകളില്ലാത്ത, തടസ്സങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാതെ, നമ്മളറിയാതെ അത് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നാം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പൂർണ്ണ ശ്രദ്ധ അതിലേക്ക് തന്നെ മാറ്റിക്കൊണ്ട് നാം മുന്നോട്ട് പോകുക. തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ആ ഗോളിലേക്ക് എത്തിച്ചേരാൻ മാത്രം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഫോക്കസും ആ ഗോളിനെ കരഗതമാക്കുക എന്ന രീതിയിലാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, ക്രിയേറ്റ് എ ഷെഡ്യൂൾ ആൻഡ് സ്റ്റിക്ക് ഓൺ ഇറ്റ്. നമ്മൾ കൃത്യമായി ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണമെന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും ചെയ്യുക. അതിനുവേണ്ടി നാം ഒരു ഡെയിലി റൊട്ടീൻ രൂപീകരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും ശ്രമിക്കുക. ആ ഡെയിലി റൊട്ടീൻ പൂർണ്ണമായി നാം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. നമ്മളുടെ ശ്രദ്ധ മാറ്റുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിൽ തന്നെ കമ്മിറ്റഡ് ആയിക്കൊണ്ട്, ഇതിനോട് തന്നെ പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് നമ്മുടെ ആ പ്രവർത്തനം, ആ ഡെയിലി റൊട്ടീൻ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. നാലാമതായി, ഒരു സെൽഫ് അവെയർനെസ് ബിൽഡ് ചെയ്തെടുക്കുക. ബിൽഡ് എ സെൽഫ് അവെയർനെസ്. നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാക്കുകയും നമ്മുടെ വീക്ക്നെസ്സിനെയും സ്ട്രെങ്ത്തിനെയും ഒക്കെ നാം അറിയുകയും അതിനൊക്കെ സ്വീകരിക്കുകയും മറികടക്കേണ്ടതും മാറ്റി നിർത്തേണ്ടതുമാണ് എങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു സ്വഭാവം രൂപീകരിക്കുകയും നല്ല ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുകയും നമ്മുടെ ചിന്തകളെ, മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ മോണിറ്റർ ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനുമൊക്കെയുള്ള കഴിവ് നാം നേടിയെടുക്കുകയും ചെയ്യുക. അഞ്ചാമതായി, പ്രാക്ടീസ് സെൽഫ് കെയർ ആൻഡ് സെൽഫ് കമ്പാഷൻ. നമ്മളെക്കുറിച്ച് കൃത്യമായ ഒരു ശ്രദ്ധ, നമ്മളെക്കുറിച്ച് നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യകരമായ ഫുഡ് കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക പോലെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ നിലനിർത്താൻ നാം ശ്രമം നടത്തുകയും നമ്മുടെ ഇമോഷനെ നമ്മളുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുകയും നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിനെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അങ്ങനെ ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ വെൽബീയിങ്ങിനെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് നമ്മളെ പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്രൈവർ, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളാണ് എന്ന് വരുത്തുകയും ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിന്തകളെ നിയന്ത്രിക്കുക, ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക, നമ്മളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ, സെൽഫ് അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക, ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും നല്ലൊരു ഷെഡ്യൂൾ അതിനു വേണ്ടി
നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കാനും നാം ശ്രമിച്ചാൽ സമാധാനപൂർണമായ സന്തോഷകരമായ ഒരു നല്ല ജീവിതം നമുക്ക് കരഗതമാക്കാൻ കഴിയും. അതുകൊണ്ട് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിത വിജയത്തിന് സഹായിക്കുന്ന 12 നിയമങ്ങളിൽ 6ാമത്തെ നിയമം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.